ആദ്യത്തെ പെൺകുട്ടി ജനിക്കുമ്പോൾ പറയും അച്ഛൻ്റെ ഫീമെയിൽ വേർഷനാണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറി ചവിട്ടി ചുറ്റി കൂട്ടിയതേ. എൻ്റെ മോൾ ഇത്രയല്ലേ ചെയ്തുള്ളൂ. മാത്രമല്ല എൻ്റെ ഭാര്യയ്ക്കും സമാനമായിട്ട് നിങ്ങളുടെ മോള് തന്നെ എന്ന് പറയാമല്ലോ. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, എന്തെല്ലാം കേൾക്കണം. ഈ കൃഷ്ണകുമാറിന്റെ കുടുംബം ഇപ്പോഴും ഏറെ തന്നെ നിൽക്കുകയാണ്. താഴേക്ക് ഇറങ്ങുന്ന ലക്ഷണമേ ഇല്ല. ഈ കൃഷ്ണകുമാർ മീഡിയാസിന് മുമ്പിൽ വന്ന് മെഴുകുകയാണ്. മൂത്ത മകൾ അഹാന മുത്തശ്ശിക്കെതിരായിട്ട് സംസാരിക്കുകയും കുറേ ഡയലോഗൊന്നും ഞാൻ പറയുന്നില്ല, കുറേ ഡയലോഗുകൾ വരെ പറഞ്ഞപ്പോഴും ഈ കൃഷ്ണകുമാർ മക്കളുടെ ഭാഗത്ത് ന്യായം കണ്ടുപിടിക്കുകയാണ്. മക്കളെ നേരെ ചൊവ്വേ പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള സംസാരം വേണമെന്ന്, മുത്തശ്ശിയോട് ബഹുമാനത്തോടെ സംസാരിക്കണം എന്നുള്ള നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഈ കൃഷ്ണകുമാർ തയ്യാറാകുന്നില്ല. അതുപോലെ ഈ മരുമകന് ഈ വിവാഹം കഴിച്ചിരിക്കുന്ന മകളുടെ ഭർത്താവ്, അദ്ദേഹവും ഒന്നും പറയുന്നില്ല, ന്യായീകരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്യുകയാണ്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പോയിന്റ് മറ്റൊന്നുമല്ല, പിടിച്ചു നിൽക്കണമല്ലോ. അച്ഛനാണേലും ഭർത്താവാണെങ്കിലും ഒക്കെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ പ്രശ്നങ്ങൾ കേട്ടുകൊണ്ട് തന്നെ, അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവിടെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോകാം. അല്ല എങ്കിൽ വിവരമറിയുമെന്ന് ഇവർക്ക് മനസ്സിലാകുന്നു. കാരണം മകള് ചെയ്യുന്ന തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാകുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. അതായത് ഒരു പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ, ജനങ്ങളെ സേവിക്കുന്ന ഒരു കൃഷ്ണകുമാർ, കുടുംബത്തിലുള്ള ആൾക്കാരെയും നന്നാക്കേണ്ടത്, ഒരു മക്കളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ബാധ്യതയായിട്ട് തന്നെ അല്ലെങ്കിൽ അതൊരു കടമയായിട്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മീഡിയാസിന് മുമ്പിൽ വന്ന് പറയുകയാണ്, എൻ്റെ മകൾക്ക് ഇപ്പോൾ 30 വയസ്സായി, എനിക്ക് 30 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ ഞാനായിരുന്നു ഈ മകളുടെ സ്ഥാനത്തെങ്കിൽ ഞാൻ ആ ചവിട്ടിക്കൂട്ടിയേനെ എന്ന്. അപ്പോൾ ഈ മക്കള് അങ്ങ് പൊങ്ങുകയാണ്, കുറെ കൂടി അങ്ങ് പൊങ്ങുകയാണ്. അച്ഛനങ്ങ് സപ്പോർട്ടങ്ങ് അടിക്കുന്നതൊക്കെ കേട്ട എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നമ്മളൊക്കെ അങ്ങ് അതിശയിച്ചു പോകും. നമ്മളൊക്കെ ഈ കൃഷ്ണകുമാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇങ്ങനെ ഏറി നിൽക്കാം, അല്ലെങ്കിൽ ഒന്ന് ഷൈൻ ചെയ്യാം, അല്ലെങ്കിൽ മക്കളുടെ അടുത്തൊക്കെ അങ്ങ് ഒരു PSO ഇട്ടൊക്കെ അങ്ങ് നിൽക്കാം. പക്ഷേ നിങ്ങളുടെ ഒരു കുറച്ച് വർഷങ്ങളല്ലേ, അധികം നാളൊന്നുമില്ല, നിങ്ങൾക്ക് 58 വയസ്സുണ്ടെന്ന് നിങ്ങൾ തന്നെ കൃഷ്ണകുമാർ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. തൻ്റെ പ്രായമൊക്കെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ താനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അഹാനയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു എങ്കിൽ കുറെ അങ്ങ് ഇതൊന്നും അല്ലായിരുന്നു ചെയ്യുന്നതെന്നാണ് അദ്ദേഹം മീഡിയാസിന് മുമ്പിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊന്നും ആർക്കും അന്യമല്ല. ഓരോരുത്തരും ഇങ്ങനെ, ഇപ്പോൾ കൃഷ്ണകുമാറിന് തന്നെ ഇത്രയും പ്രായമായിരിക്കുകയാണ്, ഇനി അപ്പോൾ അഹാനയുടെ വായിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കാൻ തന്നെ തയ്യാറെടുത്ത് നിൽക്കുകയാണോ സർ എന്ന് ഈ ചോദ്യം ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ മക്കളെല്ലാവരും ഇങ്ങനെ തിരിയുമ്പോൾ മുത്തശ്ശി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർക്ക് അത്രയും പറയാനുള്ള ഒരു അധികാരമില്ലേ? മക്കളോടും മരുമക്കളോടും മുത്തശ്ശി ചെറുമക്കളോടും ഒക്കെ അവരവിടെ ഒരു ആ കുടുംബത്തിലെ ഏറ്റവും ഒരു കുടുംബനാഥ എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്കൊരു കുറച്ച് പ്രായം ആർക്കാണാകാത്തത്, എല്ലാവർക്കും പ്രായം ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഓരോ ദിവസം കഴിയുന്നതും നമ്മൾ പ്രായം ഓരോ വർഷം കഴിയുന്നതും പ്രായത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് ഓരോരുത്തരും അല്ലേ. ഇപ്പോൾ യുവജനങ്ങളായിട്ടുള്ള ആൾക്കാർ 10 വർഷം അങ്ങനെയാണ് മധ്യവയസ്കയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതൊക്കെ നല്ല കാര്യങ്ങൾ വേണ്ടേ ഈ പെൺമക്കളെ അല്ലെങ്കിൽ മക്കളെ പറഞ്ഞു പഠിപ്പിക്കാനായിട്ട്? അതും ഈ മീഡിയാസിന് മുമ്പിൽ വന്നിരിക്കുമ്പോൾ ഒരുപാട് ജനങ്ങളാണ്, പല രീതിയിലുള്ള ആൾക്കാരാണ്. അതായത് മുത്തശ്ശിമാരെയൊക്കെ വളരെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹവും നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ജനങ്ങൾ തൻ്റെ മുത്തശ്ശിയെ ചേർത്ത് പിടിക്കുന്ന ഓരോ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചെറുമക്കളൊക്കെ എത്ര സ്നേഹമായിട്ട്, എത്ര ബഹുമാനത്തോടെയാണ്, എത്ര ആദരവോടുകൂടി തന്നെ നിന്ന് ഓരോ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുന്നതാണ്. പിറന്നാളിനൊക്കെ 100-105 വയസ്സൊക്കെയുള്ള അമ്മമാർക്ക് പ്രസൻറ്റേഷൻ കൊടുക്കുന്നതൊക്കെ കാണണം ചെറുമക്കളൊക്കെ വന്നു നിന്ന്. അതൊക്കെ കാണുമ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു രഞ്ജിച്ച് തലതാഴ്ത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും ഇതുപോലുള്ള മെസ്സേജ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് വളരെ മോശമാണ്. കാരണം പല രീതിയിലുള്ള കുട്ടികളും ആൾക്കാരും ഒക്കെയാണ് ഇത് കേൾക്കുന്നതും കുട്ടികളൊക്കെ വളർന്നു വരുന്നത്. അപ്പോൾ നിങ്ങളവർക്കൊരു മോട്ടിവേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ജനങ്ങൾ തന്നെയാണ് നിങ്ങൾ അല്ലേ. അത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, പൊതുജനങ്ങളെ സേവിക്കുന്ന കൃഷ്ണകുമാർ എന്താണ് ചെയ്യേണ്ടത്? മക്കൾക്ക് നല്ലത് തിരുത്തി കൊടുത്ത് അവരെ നന്മയിലേക്ക് നയിക്കുന്ന കുറച്ച് സംഭാഷണങ്ങളും ഡയലോഗുകളും ഒക്കെ അല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്.